ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പരീക്ഷണമായിട്ടാണ്. നമ്മുടെ കോളിഫ്ലവർ വെച്ചിട്ട് ഒരു റെസിപ്പിയെ ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ്. ഇതിന് കറി എന്നും പറയാം, അതിനേക്കാളും നല്ലത് റോസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായിട്ട് ഇതുപോലെ പിച്ചി എടുത്തിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനെ കുക്ക് ചെയ്യുന്നത്, അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ പിച്ചി എടുത്തിട്ട് കഴുകണേ, നല്ലപോലെ കഴുകിയിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ കാത്തു കയറി വന്നേ, നമ്മുടെ ഐശ്വര്യച്ചിയുടെ മോളാണ്. പിന്നെ അവളും എനിക്ക് ഹെൽപ്പ് ചെയ്തേ. അപ്പം നമുക്ക് ഒരു സവാളയും കൂടെ എടുക്കാവേ. അപ്പം ഞാൻ അരിയുന്ന കണ്ടപ്പം അവൾക്കും അരിയണം, അങ്ങനെ അവളുടെ കയ്യിലും കൊടുത്തു. പുള്ളിക്കാരി അരിയുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി, കാരണം കൈയൊക്കെ പിടിച്ച് മുറിക്കാൻ പോകുന്ന പോലെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത പോലെയൊക്കെ ആൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് പേടിയുണ്ട്, പിന്നെ ഞാനെനിക്ക് വാങ്ങി. അപ്പോൾ അതെല്ലാം നമ്മൾ ഉരുക്കി വെച്ച്, പിന്നെ കുഞ്ഞ് വെളുത്തുള്ളി, ഒരു 3-4 വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി വേണേ. പിന്നെ കാത്തൂന് ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണേ, അതും കൂടെ നമുക്ക് അരിഞ്ഞു. പിന്നെ നമ്മൾ പാത്രം വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ട് പുറകെ നമ്മുടെ കോളിഫ്ലവർ അരിഞ്ഞതും കൂട്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക, ഒന്ന് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് അതിലോട്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇടുക കേട്ടോ. എനിക്കങ്ങനെ സ്പൂണിൻ്റെ അളവൊന്നും അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടുന്നത്. കുരുമുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട്, പിന്നെ ഇതാണ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ടൊമാറ്റോ സോസ്, അതും കൂടി നമ്മുടെ ആവശ്യത്തിനുള്ളത് ചേർത്തിട്ട് ഇപ്പം കറി ആയി. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒരു ടച്ചപ്പിന് വേണ്ടിയിട്ടുള്ള മല്ലിയിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായി. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ പറ്റും. ഞാനപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിച്ചത് അടിപൊളിയായിരുന്നു. കാത്തൂരും ഇത് നല്ലോണം ഇഷ്ടപ്പെട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം എന്നാൽ ശരി.